പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിമുടി അഴിമതിയെന്ന ബി.ജെ.പി. മെഡിക്കൽ കോളേജ് ഡയറക്ടറുടെ കാറിന്റെ ബോർഡ് മുതൽ കോളേജിലെ നിയമനങ്ങളിൽ വരെ ക്രമക്കേടെന്നാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറയുന്നത്. വിജിലൻസ് അനധികൃത നിയമനം കണ്ടെത്തിയെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നും സി കൃഷ്ണകുമാർ പറയുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സർവത്ര അഴിമതിയെന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ സർക്കാർ അംഗീകരിച്ച പോസ്റ്റുകൾ 4 എണ്ണമാണ്. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പുതിയ പോസ്റ്റ് സൃഷ്ടിച്ച് ഇഷ്ടക്കാരെ നിയമിച്ചു. വിജിലൻസ് അനധികൃത നിയമനം കണ്ടെത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മെഡിക്കൽ സൂപ്രണ്ടായി നിയമിക്കേണ്ടത് 10 വർഷം പ്രവൃത്തി പരിചയമുള്ള ആളെയാണെന്നിരിക്കെ പാലക്കാട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് മതിയായ യോഗ്യതയില്ലാതെയാണ് നിയമനം നൽകിയത്. കൂടാതെ കൈക്കൂലിക്കേസിൽ വിജിലൻസ് പിടികൂടിയ വ്യക്തിയാണ് HOD ഓർത്തോവായി നിയമിച്ചത്. ഇതും സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിൻവാതിൽ നിയമനത്തിൻ്റെയും അഴിമതിയുടെയും കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കും. ഷാഫി പറമ്പിലാണ് മെഡിക്കൽ കോളേജിൽ വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ എല്ലാ കാര്യങ്ങളും AK ബാലന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നും SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന സ്ഥാപനമായി മെഡിക്കൽ കോളേജ് മാറിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുക. അവിടുത്തെ നിയമനങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് തടയിടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലക്കാട്ടുകാരനായിട്ടുള്ള മുൻ SC/ST വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നിൽക്കുന്നത്. ഇതിൽ UDF-നും പങ്കുണ്ട്. പാലക്കാട് MLA മുൻ MLA ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ നേട്ടമായി കൊണ്ടുവന്നത് വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഷാഫി പറമ്പിലാണ്. സംഭവത്തിൽ സർക്കാർ കൃത്യമായ നടപടിയെടുത്തില്ലെങ്കിൽ ബി.ജെ.പി. ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ജനം, പാലക്കാട്.